ഇഅ്ലം റഹിമക്കല്ലാഹ്, നീ മനസ്സിലാക്കുക, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഈ രണ്ട് വിഭാഗങ്ങളുണ്ടാവും. ഒന്ന് കേൾക്കുക അല്ലെ വായിക്കുക. ആ ആളെയാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. നീ എന്ന് പറഞ്ഞാൽ ഇതാര് വായിക്കുന്നുവോ ആര് കേൾക്കുന്നുവോ ആ ആളുകളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ നിർദ്ദേശം ഇത് വെറുതെ വായിച്ചു പോകാനല്ല, വെറുതെ കേട്ടുപോകാനല്ല, മറിച്ച് വായിക്കുന്നതിന്റെ കേൾക്കുന്നതിന്റെ ഉദ്ദേശം ഇനി പറയാൻ പോകുന്ന വിഷയം പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയം നീ ശരിക്ക് പറയാൻ പോകുന്ന കാര്യം ഇഅ്ലം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കേട്ടാൽ പോരാ, വെറുതെ വായിച്ചാൽ പോരാ, അറിയണം. അപ്പൊ ഇൽമ് നീ നേടണം, നീ മനസ്സിലാക്കണം. അപ്പൊ അറിവ് കിട്ടാൻ വേണ്ടിയാണ് ഈ വായന അല്ലെങ്കിൽ ഈ കേൾവി. അതിന്റെ അർത്ഥം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് അതിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നീ ഇൽമ് നേടണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇൽമ് നേടുക എന്ന് പറഞ്ഞാൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം യഥാർത്ഥത്തിൽ ഏത് നിലക്കാണോ ആ നിലക്ക് അതിനെ മനസ്സിലാക്കുക എന്നാണ്. ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ അതിന്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. അപ്പോഴാണ് ഇൽമാകുന്നത്. ആ അറിവ് ഇല്ലാതിരിക്കുമ്പോഴാണ് ജഹ്ല് ആകുന്നത്. ഇൽമ് എന്നതിന്റെ നേരെ വിപരീതമാണ് ജഹ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇൽമുണ്ടാകണം, നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി പറയുന്നവയാണ്. അത് യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വസ്തുതാപരമായ കാര്യങ്ങളാണ്. അതിനെ അങ്ങനെ തന്നെ നീ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം റഹിമക്കല്ലാഹ്, നിനക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇത് ഒരു പ്രാർത്ഥനയാണ്. പദം പരിശോധിച്ചാൽ ഒരു വാചകമാണ്, ഒരു ഖബരിയായ വാചകം. നിനക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അതിനർത്ഥം പറയാം. പക്ഷേ ഖുർആനിലും ഹദീസിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇത്തരം വാചകങ്ങൾ പ്രാർത്ഥനാ രൂപത്തിലെങ്കിൽ പ്രാർത്ഥനയുടെ ആശയത്തിൽ ആണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അപ്പൊ നിനക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു എന്നല്ല, നിനക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. കാരണം നീ കേൾക്കാൻ പോവുകയാണ്, വായിക്കാൻ പോവുകയാണ്, ദീനാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ. ഇത് ശൈഖിന്റെ മറ്റു പല ഗ്രന്ഥങ്ങളിലും ഈ പുസ്തകത്തിൽ തന്നെ അടുത്ത വിഷയം പറയുമ്പോഴൊക്കെ ഈ വാക്ക് ഇഅ്ലം റഹിമക്കല്ലാഹ് എന്നതൊക്കെ ആവർത്തിച്ചു വരുന്നത് കാണാം. പല പണ്ഡിതന്മാരും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ശൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത്, ഇത് അധ്യാപകനിൽ നിന്ന് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ശൈഖ് ഈ കാര്യം കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ വായിക്കാൻ പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അവന്റെ റഹ്മത്ത് ഈ പഠിതാക്കൾക്ക് നൽകട്ടെ എന്നതാണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള കാര്യം. അധ്യാപകൻ വിദ്യാർത്ഥിയോട് ലുത്ഫ്, വിനയം ഉള്ളവനായിരിക്കണം. അങ്ങനെ നല്ല വാചകങ്ങൾ കൊണ്ടും നല്ല പ്രാർത്ഥന കൊണ്ടും തുടങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, ഗുണകരമായ കാര്യമാണ്. അങ്ങനെ നല്ല വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും തുടങ്ങുമ്പോൾ യുഅസ്സിറു ദാലിക ഫീഹി, അത് ശ്രോതാവിൽ അല്ലെങ്കിൽ വായനക്കാരിൽ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ നല്ല വാചകം ഒരു സ്വാധീനമുണ്ടാക്കും. അങ്ങനെ കേൾക്കുന്ന വായിക്കുന്ന ആളുകൾ അധ്യാപകനിലേക്ക് മുന്നിടാൻ അത് പ്രേരകമായി തീരും. അപ്പൊ ഒരു അധ്യാപകൻ സ്വീകരിക്കേണ്ടുന്ന ഒരു മര്യാദ ഇതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് ശൈഖ് വിശദീകരിക്കുന്നത്. ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ നല്ലൊരു പ്രാർത്ഥന പറഞ്ഞപ്പോ ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കും, ഈ ഗുരുനാഥൻ അധ്യാപകൻ എന്നോട് സ്നേഹമുള്ള ആളാണ്, എന്റെ റഹ്മത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എനിക്ക് ഇൽമ് ഉണ്ടായി ഗുണം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാനിത് പഠിക്കേണ്ടതുണ്ട്, നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു മനസ്സ് ഈ കേൾക്കുന്നവന് ഉണ്ടായിത്തീരും. എന്നാൽ ഒരധ്യാപകൻ പരുഷമായ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ഒരു വാക്കുകൊണ്ടോ തന്റെ അധ്യാപനം അത് തുടങ്ങുകയാണെങ്കിൽ അത് കേൾവിക്കാരനിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിയിൽ വെറുപ്പുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ അധ്യാപകൻ അള്ളാഹുവിനോട് പഠിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആരോട് കൽപ്പിക്കുകയും ആരോട് വിലക്കുകയും ചെയ്യുന്നുവോ അവരോട് വിനയമുണ്ടാവുകയും അവരോട് പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ
നല്ല സംസാരങ്ങൾ കൊണ്ടുമുള്ള സംബോധന നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഫഇന്ന ഹാദാ അദ്ആ ലിൽ ഖബൂൽ. അധ്യാപകൻ സ്വീകരിക്കുന്ന ഈ ഒരു നിലപാട് അത് സ്വീകരിക്കാൻ, കേൾക്കുന്ന ആളുകൾ സ്വീകരിക്കാൻ അത് ഏറ്റവും പ്രേരകമായി തീരും എന്നതാണ്. നേരത്തെ പറഞ്ഞതിന്റെ അതേ ആശയം തന്നെ മറ്റു രൂപത്തിൽ വിശദീകരിച്ചു അത്ര. അപ്പൊ ഈ ഒറ്റ വാചകത്തെയാണ് ഏത് റഹിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിൽ നല്ല അധ്യാപകന്റെ സ്വഭാവവും അതുകൊണ്ടുണ്ടാകുന്ന ഗുണവും ആണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ദീൻ പഠിക്കാൻ വരുന്ന, ദീൻ ആഗ്രഹിക്കുന്ന, ഗുണകാംക്ഷയുള്ള, നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകൻ എന്ന് സ്വീകരിക്കണം. എന്നാൽ അമ്മൽ മുആനിദുൽ മുഖാബിയ, എല്ലാ കേൾവിക്കാരും എല്ലാ വായനക്കാരും ഒരുപോലെയാവുകയില്ല. അവരിൽ ഒരു കൂട്ടരുണ്ടാവും. അതാരാ? അൽ മുആനിദുൽ മുഖാബിയ. പറയാൻ പോകുന്ന കാര്യം എത്ര ഹക്കാണെങ്കിലും ശരി അതിനോട് എതിരിടുക എന്ന നിലപാട് സ്വീകരിക്കുകയും അഹങ്കാരം നടിക്കുകയും ചെയ്യുന്ന അത്തരം ശ്രോതാക്കൾ അല്ലെങ്കിൽ വായനക്കാരുണ്ടാകും. ഫൈന ഹാദാ ലഹു ഖിതാബുൻ ആഖർ. അവരോട് വേറെ ഒരു നിലക്കുള്ള സംബോധനയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ നല്ല വർത്താനം പറയേണ്ടതല്ല. ഇങ്ങോട്ട് എതിർക്കാൻ വരുന്ന, സ്വീകരിക്കാത്ത, ഹക്കിനോട് കിബിർ നടിക്കുന്ന, തിരിഞ്ഞു നിൽക്കുന്ന ആളുകളോട് സ്വീകരിക്കേണ്ടുന്ന സംബോധനാ രീതി വേറെ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻകബൂത്തിലെ 46-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമു മിൻഹും. നിങ്ങൾ അഹ്ലു കിതാബുകാരായ, അതായത് ജൂതക്രിസ്ത്യാനികളായ തൗറാത്തിന്റെയും ഇൻജീലിന്റെയും ആളുകളോട് നിങ്ങൾ തർക്കം നടത്തരുത്. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതി അല്ലെങ്കിൽ നല്ല വഴി ഏതാണോ ആ വഴിയിലൂടെയല്ലാതെ. അപ്പൊ ഏറ്റവും നല്ല നിലക്കാണ് അവരോട് സംവദിക്കേണ്ടത്, സംവാദങ്ങൾ നടത്തേണ്ടത്. എന്നാൽ ഇല്ലല്ലദീന ളലമു മിൻഹും, അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരൊഴികെ. അപ്പൊ ഇങ്ങോട്ട് അക്രമം കാണിക്കാത്ത, അനീതി കാണിക്കാത്ത ആളുകളോട് ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രീതി സ്വീകരിക്കണം. എന്നാൽ ളലമു മിൻഹും, ആരാണോ ജൂതക്രിസ്ത്യാനികളിൽ നിന്ന് നിങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നത് അവരൊഴികെ. അപ്പൊ അക്രമികളോട് സ്വീകരിക്കേണ്ടുന്ന നിലപാടും സംസാര രീതിയും അക്രമികളല്ലാത്ത ഹക്ക് സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളുകളോടുള്ള സംബോധനാ രീതിയും രണ്ടും രണ്ടാണ്. ഇതാണ് ഈ ആയത്ത് തെളിവ് കൊടുത്തുകൊണ്ട് ശൈഖ് വിശദീകരിക്കുന്നത്. വീണ്ടും പറയാം, അഹ്ലു കിതാബുകാരിൽ നിന്ന് അക്രമം പ്രവർത്തിക്കുകയും എതിരിടുക എന്ന നിലപാട് സ്വീകരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് സംബോധന നടത്തേണ്ടത് ലാ യുഖാതബൂന ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലല്ല അവരോട് സംബോധന നടത്തപ്പെടേണ്ടത്. ബൽ യുഖാതബൂന ബിമാ യർദഉഹും, അക്രമം പ്രവർത്തിക്കുന്നവരെ, അഹങ്കാരം നടിക്കുന്നവരെ തടയാൻ പറ്റുന്ന സംബോധനാ രീതി എന്താണോ ആ സംബോധനാ രീതി സ്വീകരിക്കണം. എന്നിട്ട് സൂറത്ത് തൗബയിലെ 73-ാമത്തെ ആയത്ത് തെളിവായി കൊടുക്കുന്നു, യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നം. ഇത് ഖുർആനിൽ വേറെ സ്ഥലത്ത് ഈ ആയത്ത് ആവർത്തിച്ചത് കാണാം. അല്ലയോ നബിയെ, കാഫിറുകളോടും മുനാഫിക്കുകളോടും ജിഹാദ് നടത്തുക. വഗ്ലുദ് അലൈഹിം, അവരോട് പരുഷമായി പെരുമാറുക. വമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാകുന്നു. വബീസൽ മസീർ, നരകം എത്ര മോശപ്പെട്ട മടക്കസ്ഥാനമാണ്. സൂറത്ത് തൗബ 73-ാമത്തെ ആയത്ത്. എന്നിട്ട് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയാം, മുനാഫിക്കുകളോട് ആയുധമെടുത്തല്ല യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആയത്തിൽ യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകളോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് അവരോട് യുദ്ധം ചെയ്യേണ്ടത് യുജാഹദൂന ബിൽ ഹുജ്ജത്തി വൽ കലാമി വറദ്ദി അലൈഹിം ബിൽ ഗില്ല റദ്അൻ ലഹും വതൻഫീറൻ ലിന്നാസി അൻഹും. ഈ കപടന്മാരായ ആളുകളോടും എതിരിടുന്ന ആളുകളോടും ഹുജ്ജത്ത് കൊണ്ട്, തെളിവുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരോട് ജിഹാദ് നടത്തണം. ആയുധം കൊണ്ടല്ല, ഹുജ്ജത്ത് കൊണ്ട് ജിഹാദ് നടത്തുക. വൽ കലാം, സംസാരം കൊണ്ടും. വറദ്ദി അലൈഹിം ബിൽ ഗില്ല, അവർക്ക് മറുപടി കൊടുക്കുക. എങ്ങനെ? അല്ല, സോപ്പിട്ട് മയത്തില് നിങ്ങൾ നല്ല ആൾക്കാരാണ് എന്നുണ്ട്. ബിൽ ഗില്ല, പരുഷമായ മറുപടിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതെന്തിനാണ്? റദ്അൻ ലഹും, അവർ ചെയ്യുന്ന ഈ അക്രമത്തിൽ നിന്ന് അവരെ തടുക്കാൻ വേണ്ടിയാണ്. വതൻഫീറൻ ലിന്നാസി അൻഹും, അവരിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടിയും. ഇത്ര രൂക്ഷമായി വിമർശിക്കപ്പെടേണ്ട ആളുകൾ,
പരുഷമായ വാക്കുകൊണ്ട് മറുപടി നൽകപ്പെടേണ്ട ആളുകൾ, ഈ ആളുകളോട് അടുക്കാൻ പറ്റൂല, അവരെ വിട്ടുപോകണം എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയും, അക്രമവും എതിരിടുക എന്ന നിലപാട് സ്വീകരിക്കുന്നവർ അത് നിർത്താൻ വേണ്ടിയും അവരോട് ഈ ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടത്. സൂറത്തുൻ നിസായിലെ 63-ാമത്തെ ആയത്ത് കൂടി ഇവിടെ തെളിവായി കൊടുക്കുന്നു. വഖുൽ ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ, നീ അവരോട് അവരുടെ കാര്യത്തിൽ നീ പറയേണ്ടത് ഖൗലൻ ബലീഗൻ, അങ്ങേയറ്റം അവരുടെ മനസ്സിൽ തട്ടുന്ന പൂർണ്ണമായ പ്രാപിക്കുന്ന സംസാരമാണ് അവരോട് നടത്തേണ്ടത്. എന്നിട്ട് ശൈഖ് പറയാണ്, ഹഉലാഇ ലഹും ഖിതാബുൻ ഖാസുൻ ലിഅന്നഹും അഹ്ലു ഇനാദിൻ വമുകാബറ ലാ യുരീദുനൽ ഹഖ ബൽ യുരീദുന തദ്ലീലൻ നാസ് ഫഹഉലാഇ യുഖാതബൂന ബിമാ യലീഖു ബിഹിം. ഈ ആളുകളോടുള്ള സംബോധനാ രീതി ഒരു പ്രത്യേകമായ രീതിയാണ്. ഏത് രീതിയല്ല, ഒരു വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ ഹക്ക് തേടി വരുന്ന നല്ല മനസ്സുള്ള ഒരു വിദ്യാർത്ഥിയോടോ ശ്രോതാവിനോടോ സ്വീകരിക്കേണ്ടുന്ന സംബോധനാ രീതിയല്ല അക്രമത്തിന്റെയും എതിരിന്റെയും അഹങ്കാരത്തിന്റെയും മാർഗം സ്വീകരിക്കുന്നവരോട് പുലർത്തേണ്ടത്. രണ്ടു കൂട്ടരോടും രണ്ട് രീതിയാണ്. അവിടെ ഖിതാബുൻ ഖാസ്, ഖിതാബുൻ ആഖർ എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വേറെ, ഇത് വേറെ. കാരണം ഈ ആളുകൾ എതിരിടുന്ന എന്നാൽ സത്യം സ്വീകരിക്കാത്ത അഹങ്കാരത്തിന്റെ ആളുകളാണ്. അവർ ഹക്ക് ഉദ്ദേശിക്കുന്നവരല്ല, മറിച്ച് അവരുടെ ഈ തർക്കം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഹക്ക് മനസ്സിലാക്കണമെന്നല്ല, മറിച്ച് തദ്ലീലൻ നാസ്, ജനങ്ങളെ പഴപ്പിക്കാനാണ്. ഫഹഉലാഇ യുഖാതബൂന ബിമാ യലീഖു ബിഹിം, അപ്പൊ അവരോട് സംബോധന നടത്തേണ്ടത് അവർക്ക് യോജിച്ച രീതി എന്താണോ ആ രീതിയിലാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, തർക്കത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളിൽ സംസാരിക്കാൻ വരുന്ന ആളുകൾ ഒട്ടുമിക്കതും എന്താണ്, ഹക്ക് മനസ്സിലാക്കാനല്ല. ഓനെ ഖിയാമത്ത് നാളിൽ സംവാദം നടത്തിയാൽ ഓൻ അങ്ങനെ തന്നെ തുടരുള്ളൂ. എന്ത് തെളിവ് കൊടുത്താലും ഓനാ പറഞ്ഞെടുത്ത് നിൽക്കും. അപ്പൊ ഓന്റെ ഉദ്ദേശം എന്താ, ഇതിൽ കയറി കൂടി തർക്കം നടത്തിയാൽ മറ്റെത്ര ആളുകളെ പ്രേപ്പിക്കാൻ പറ്റും, ഓന്റെ ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത് വേറൊരു കൂട്ടം ആളുകളാണ്. അവരോട് ഈ പറഞ്ഞ രീതിയാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ അതിൽ കാര്യങ്ങൾ കേട്ട് പഠിക്കണം, മനസ്സിലാക്കണം എന്ന നിലക്ക് സംശയം ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിലോ അവരോട് നല്ല നിലക്ക് നേരത്തെ പറഞ്ഞ ലുത്ഫോട് കൂടിയുള്ള നല്ല നിലക്കുള്ള സംസാരം നടത്താം. അപ്പോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ, മൂപ്പരെന്താ അങ്ങനെ സംസാരിക്കുന്നത്, ഇയാളെന്താ അങ്ങനെ സംസാരിക്കുന്നത്, മറ്റവനെന്താ അങ്ങനെ എഴുതിയത്, ഇതൊന്നും നല്ല രീതിയല്ലല്ലോ, നല്ല ശൈലിയല്ല, ശൈലി ദോഷമുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ എല്ലാവരുടെ ഒരു ശൈലി അല്ല സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആനിന്റെ തന്നെ 3 ആയത്തുകൾ കൊടുത്തുകൊണ്ടാണ് സാലിഹ് അൽ ഫൗസാൻ ഇവിടെ വിശദീകരിച്ചത്. അപ്പൊ രണ്ടു കൂട്ടർക്കും രണ്ട് ശൈലിയാണ്. വിവേകം അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ബിർറിഫ്ഖി വറഹ്മതി വല്ലുത്ഫ്, അവനോട് സൗമ്യമായും കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും സംബോധനാ രീതിയാണ് സ്വീകരിക്കേണ്ടത്. കാരണം അവൻ ഹക്ക് ഉദ്ദേശിക്കുന്നവനും അറിവും ഫായിദയും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനുമാകുന്നു. ഇനി റഹിമക്കല്ലാഹ്, നിനക്ക് കരുണ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒന്നുകൂടി ശൈഖ് വിശദീകരിക്കുകയാണ്. കരുണ ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിനക്ക് നീ അതുകൊണ്ട് ഈ ദുനിയാവിലും ആഖിറത്തിലും സൗഭാഗ്യവാനാകട്ടെ. അങ്ങനെ ഗുണപ്രദമായ രീതിയിൽ ഈ ഇൽമ് നീ സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ നിനക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അന്നഹു യജിബു അലൈന തഅല്ലുമു അർബഇ മസായിൽ, നീ മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഇനി പറയുന്നത്. അതിന്റെ അടുത്തൊരു പ്രാർത്ഥനയെ സംബന്ധിച്ച് സ്വീകരിച്ചു, നിനക്ക് കരുണയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? നമ്മുടെ മേൽ നിർബന്ധമാകുന്നു 4 മസ്അലകൾ, 4 വിഷയങ്ങൾ അല്ലെങ്കിൽ 4 മബഹസുകൾ, ചർച്ചകൾ മനസ്സിലാക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാകുന്നു. കേൾക്കുന്ന നിനക്ക് നിർബന്ധമാണ്, വായിക്കുന്ന നിനക്ക് നിർബന്ധമാണെന്നല്ല, പറയുന്ന ശൈഖടക്കം അലൈന, നമ്മുടെ മേൽ, അതായത് മനുഷ്യരുടെ മേൽ നിർബന്ധമാണ് 4 കാര്യങ്ങൾ മനസ്സിലാക്കാൻ. യജിബു എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് എന്നാണ്. നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമുക്കറിയാം, ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടുന്നതുമായ കാര്യം, അതിനാണ് വാജിബ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇത് അനുവദനീയമായ ഒരു കാര്യമാണെന്നോ അല്ലെങ്കിൽ മുസ്തഹബായ സുന്നത്തായ അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് എന്നോ അല്ല ഷെയ്ഖ് പറഞ്ഞത്. മറിച്ച് ഷെയ്ഖ് ഉപയോഗിച്ച വാക്ക് എന്താണ്? നിർബന്ധമാണ് എന്നാകുന്നു. അപ്പൊ ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ അത് പഠിക്കൽ നിർബന്ധമാകുന്നു. ആ നിർബന്ധമായ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പോയാലോ ഫഇന്നമാ നഅ്സം,
നമ്മൾ കുറ്റം പ്രവർത്തിച്ചവരായി തീരും. കാരണം എന്താ, നിർബന്ധമായ കാര്യം എന്നാൽ ഒഴിവാക്കിയാൽ ശിക്ഷ ഉള്ളതാണ്. അപ്പൊ നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ പോയാൽ കുറ്റക്കാരനായി. അവിടെ ശൈഖ് പ്രത്യേകം പറയുന്നുണ്ട്, ലം യഖുൽ യുസ്തഹബ്ബു ലനാ ഔ യുസ്തഹ്സനു ലനാ. ഇവിടെ ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് നമുക്ക് മുസ്തഹബാണ് അല്ലെങ്കിൽ ഹസനായതാണ് അല്ലെങ്കിൽ നമ്മളിൽ ചിലർക്ക് നിർബന്ധമായതാണ് എന്നല്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും നിർബന്ധമായ കാര്യമാകുന്നു. എന്താണ് ആ കാര്യം? ഇൽമ് എന്ന് പറയുന്നത് പഠനം കൊണ്ടല്ലാതെ ലഭിക്കുകയില്ല. വെറുതെ ഇരുന്നാൽ അറിവ് കിട്ടൂല. അറിവ് കിട്ടണമെങ്കിൽ പഠിക്കണം. പഠിക്കാനുള്ള വഴിയാണ് കേൾക്കുക, വായിക്കുക, അതിന്റേതായ മാർഗങ്ങളിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുക എന്ന് പറയുന്നത് ശ്രദ്ധയും അധ്വാനവും സമയവും ഒക്കെ ആവശ്യമായ കാര്യമാണ്. വെറുതെ കിട്ടൂല. ശ്രദ്ധിക്കണം. ഇരുന്നോണ്ടും എന്തുണ്ടാവില്ല, ഇരുന്നത് കൊണ്ട് മാത്രം ഇൽമ കിട്ടൂല. ശ്രദ്ധ കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ അൽഖസ്സംഅ വഹുവ ഷഹീദ് എന്ന് കാണാം. ആർക്കാണ് ഖുർആൻ, ആർക്കാണ് അതുകൊണ്ട് ഉപകാരപ്പെടുക? അൽഖസ്സംഅ. ആ ഖുർആന്റെ ആ പ്രയോഗം നോക്കണം. നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. ചെവി കൊടുക്കുക എന്നാണ് നമ്മൾ പറയല്ലേ. ചെവി കൊടുക്കുക. ചെവി പെടേണ്ടായിട്ട് കാര്യമില്ല. ചെവി കൊടുക്കണം അങ്ങോട്ട്. ആരാണോ ക്ലാസ് എടുക്കുന്നത്, ആരാണോ വയല് പറയുന്നത്, ആരാണോ ഖുത്ബ നടത്തുന്നത്, എന്താണോ കേൾക്കുന്നത്, ചെവി ഇടുക എന്നാണ്. ചെവിയെ അങ്ങോട്ട് കൊടുക്കുക. വഹുവ ഷഹീദ്. അവൻ സന്നദ്ധനായിക്കൊണ്ട്. തടി ഇവിടെ ഉണ്ടായ പോരാ, നമ്മൾ ഇവിടെ ഉണ്ടാവണം. നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വേറെ വൈക്കേക്കും പോവുക. അത് പറ്റൂല. തടി ഇവിടെ ഉണ്ടാവണം, മനസ്സും ഇവിടെ ഉണ്ടാവണം, കേൾവിയും ഇവിടെ ഉണ്ടാകണം. അങ്ങനെ സ്ഥലത്ത് മനസ്സോടുകൂടി ഹാജരായി ചെവി കൊടുക്കുക. അതാണ് ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം. അതാണ് ഇവിടെ പറഞ്ഞ ഇനായ ജുഹ്ദ് വഖ്ത്. ശ്രദ്ധയുണ്ടാകണം, കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നതിനുള്ള ശ്രമമുണ്ടാകണം. അതിനൊക്കെ സമയം ചെലവഴിക്കണം. അങ്ങനെ വരുമ്പോൾ അവന് പഠിക്കണം എന്ന ആവശ്യം അവന് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ചെലവഴിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. ഹാദാ ഹുവ തഅല്ലും. ഇതൊക്കെ ചെലവഴിച്ച് ഇതൊക്കെ നൽകിക്കൊണ്ട് പഠിക്കുക. അതിനാണ് തഅല്ലും, പഠനം എന്ന് പറയുന്നത്. വെറുതെ കേട്ടതുകൊണ്ട് പഠനമാവുകയില്ല, വെറുതെ വായിച്ചതുകൊണ്ട് പഠനമാവുകയില്ല, സ്ഥലത്തുണ്ടായി എന്നതുകൊണ്ടും പഠനമാവുകയില്ല, ആഗ്രഹമുണ്ടായി എന്നതുകൊണ്ടും പഠനമാവുകയില്ല. ഇത് നമ്മൾ വളരെ മനസ്സിരുത്തി കേൾക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്.